ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. എന്തോ ഒരു വലിയ രഹസ്യം ഇതിന്റെ പിന്നിലുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഗുജ്റാൾ ഹൗസ്. ഞാൻ ഗുജ്റാൾ ഹൗസിൽ പോയാൽ എനിക്കൊരു പക്ഷേ എന്റെ സത്യങ്ങളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. ടാക്സിക്കാരനെ പറഞ്ഞയച്ച് പ്രാർത്ഥന ഒരു മരത്തിന്റെ പിന്നിൽ നിന്നും നാഗമായി മാറി ഗുജ്റാൾ ഹൗസിനെ ലക്ഷ്യമാക്കി ഇഴഞ്ഞു നീങ്ങി. ഇതേസമയം ജീവന്റെ മുന്നിലെത്തിയ പ്രീതിയുടെ മനസ്സിൽ താൻ എങ്ങനെ പ്രാർത്ഥനയായി അഭിനയിക്കുമെന്ന പേടി നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ അവൾ അത് പുറത്തു കാട്ടിയില്ല. പ്രാർത്ഥന പറഞ്ഞു കൊടുത്ത നിർദ്ദേശം പോലെ തനിക്ക് അറിയാവുന്ന ഒരാളെ പോലെ തന്നെ അവൾ ജീവനോട് പെരുമാറാൻ തീരുമാനിച്ചു. പ്രീതി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ജീവൻ അവളുടെ അടുത്ത് വന്നപ്പോൾ അവൾ ജീവനെ കെട്ടിപ്പിടിച്ചു. ശേഷം അവളുടെ ലഗേജ് എല്ലാം എടുത്ത് നേരെ ജീവൻ അവളെയും കൂട്ടി വീടിനകത്തേക്ക് പോയി. ഇതേസമയം പ്രദയും ഋഷിയും അനുമോളും ഫ്ലൈറ്റിൽ കയറി. ഫ്ലൈറ്റ് പൊങ്ങിയതും പ്രദ മനസ്സിൽ പറഞ്ഞു, ഭഗവാനെ, എല്ലാം നന്നായി നടക്കണേ. എൻ്റെ മക്കളെ ഒരിക്കലും ഒരു മത്സ്യകനികയാക്കരുതേ. പണ്ട് ആ സീമ എങ്ങനെയാണോ എൻ്റെ ഋഷിയേട്ടൻ്റെ ശക്തികൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു ചരട് ഋഷിയേട്ടൻ്റെ കൈമുട്ടിന് മുകളിൽ കെട്ടിക്കൊടുത്തത്, അതുപോലെ ഞാൻ ആ ദുർമന്ത്രവാദിയുടെ കയ്യിൽ നിന്നും പൂജിച്ചു വാങ്ങിയ ഈ ചരട് പ്രാർത്ഥനയുടെ കയ്യിൽ ഇന്ന് കെട്ടിക്കൊടുക്കും. ഇത് എൻ്റെ വാശിയ. ഒരിക്കലും പ്രാർത്ഥനയെ ഞാനൊരു മത്സ്യകന്യകയാകാൻ സമ്മതിക്കില്ല. ഇതേസമയം പ്രാർത്ഥന ഗുജ്റാൾ വീട്ടിലെത്തി മനുഷ്യരൂപം സ്വീകരിച്ചു. മഹാദേവ, ഇനിയും സത്യങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതെല്ലാം കണ്ടുപിടിക്കാൻ നീ എന്നെ സഹായിക്കണേ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് മഹാദേവ ഞാൻ എൻ്റെ ഈ വീട് കാണുന്നത്. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന ഒരു നാഗമായി മാറി മുൻവാതിലിന്റെ അടിയിലെ ചെറിയ ഒരു സ്ഥലം വഴി അകത്തേക്ക് ഇഴഞ്ഞു കയറി. ശേഷം വീണ്ടും മനുഷ്യരൂപം സ്വീകരിച്ചു. വീടിനകം മുഴുവനും ഇരുട്ടുകൊണ്ട് മൂടിയിരിക്കുന്നു. ഞാൻ ലൈറ്റ് വല്ലതും ഓണാക്കിയാൽ സെക്യൂരിറ്റി അറിയും. അത് പാടില്ല. എൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിയുമെന്ന വിശ്വാസം ഇപ്പോൾ എനിക്കുണ്ട്. ഞാനത് കണ്ടെത്തും. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന മുകളിലത്തെ നിലയിലേക്ക് പോയി. എല്ലാ മുറികളും പല രീതിയിൽ പ്രാർത്ഥന അരിച്ചു പിറക്കിയെങ്കിലും അവൾക്ക് ഒരു ക്ലൂ പോലും അവളുടെ ജനനത്തെക്കുറിച്ചൊന്നും കിട്ടിയില്ല. മഹാദേവ, അന്ന് ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ സത്യങ്ങൾ എൻ്റെ മുന്നിൽ കാണിച്ചു തന്ന പോലെ ഇപ്പോഴും എനിക്ക് നീ തുണയാകണേ. ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന വീണ്ടും താഴത്തെ നിലയിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴാണ് മുകളിലത്തെ നിലയിലെ ഒരു വശത്തായി ഒരു ചങ്ങലയിൽ 2 പൂട്ടുകളിട്ട് ബന്ധിച്ച ഒരു മുറി കണ്ടത്. ഭഗവാനെ, ഇത് ഏതാ ഈ മുറി? അതും 2 ചങ്ങലകളിട്ട് ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ എന്തായിരിക്കും? പ്രാർത്ഥന പെട്ടെന്ന് ആ മുറിയുടെ വാതിലിനടിയിലൂടെ ഇഴഞ്ഞ് മുറിക്കകത്തേക്ക് കയറി. മനുഷ്യരൂപം സ്വീകരിച്ചതും അവൾ ഞെട്ടിപ്പോയി.